പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്റെ ബ്രദർ പറയും. ഇത് 1/4 കപ്പ് ഷുഗർ ആണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ. ഇനി കുറച്ച് ബട്ടർ പാനിൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി 1.5 കപ്പ് വാം മിൽക്ക്. ഇനി 3 എഗ്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് പാനിൽ ബട്ടർ ഗ്രീസ് ചെയ്യാം. ഇനി നമുക്ക് 1/4 കപ്പ് ഷുഗറും 1 ടേബിൾ സ്പൂൺ വാം വാട്ടറും കൂടെ നമുക്ക് കാരമലൈസ് ചെയ്യാൻ പോവാം. പാൻ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ. ഇതേപോലെ ഇപ്പൊ ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ ആവാനുണ്ട്. ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആ പാനിൽ ഇത് വയ്ക്കാം. ഇപ്പൊ നമ്മളിതില് കാരമൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അധികം മിക്സ് ചെയ്യണ്ട കേട്ടോ, കുറച്ച് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതില് 2 ടേബിൾ സ്പൂൺ ആ ഷുഗർ വെച്ചില്ലേ അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതില് വാനില എസൻസ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതിൽ മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി മതി. ഇപ്പൊ ഈ ബാറ്റർ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കേക്ക് ടിന്നിലോട്ടേക്ക് ഒഴിക്കാം. സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഒഴിക്കാം. നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്യാം അലുമിനിയം ഫോയിൽ വെച്ച്. നമ്മളിത് അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിഡ് വെച്ചാലും കവർ ചെയ്യാം, എന്ത് വെച്ചാലും കവർ ചെയ്യാം കേട്ടോ. ക്ലോസ് ആയിരുന്നാൽ മതി. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ പോവാം. നമ്മള് കടായി എടുത്തേക്കുവാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി. കടായി എടുത്തിട്ട് ഒരു റിങ്ങും വെക്കണം. എന്നിട്ട് നമുക്കൊരു വെള്ളം ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കടായിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് എടുത്ത് വെക്കാം. ഇപ്പൊ നമ്മള് ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്യണേ. ഇപ്പൊ നമുക്ക് കവർ ചെയ്യാൻ പോവാം. ഇത് മീഡിയം ഹീറ്റിൽ വെക്കുന്നത്. ഹൈ ഹീറ്റിൽ വെച്ചാൽ ഇതിപ്പോ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ലിഡ് കൊണ്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് 25 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ല അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചെറിയ പാട്ട് തരാം. ഇച്ചിരി കുറെ ഉണ്ട് എന്റെ. അപ്പൊക്കത്ത് ഞാൻ ചെറിയ ഇച്ചിരി പാടാം. എത്താത്ത ഉയരത്തിൽ നിലവൈ വൈത്തവൻ ഞാന്, കയ്യോട് സിക്കാമൽ കാற்றை வைத்தவன் யாரு, இது எண்ணி எண்ணி இயற்கையில் வியர்க்கிறேன். எத்தாத்த உயரத்தில் நிலவை வைத்தவன் யாரு, பெண்ணே
നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ചൂടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇനി നമുക്കിത് 1 to 2 hours റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കാരമൽ ആയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലേക്ക് ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണേ. നമ്മള് പുഡിംഗ് എടുക്കുന്നതിന് മുമ്പ് സൈഡിൽ ഒന്ന് കട്ട് ചെയ്യേ. ഇങ്ങനെ കട്ട് ചെയ്തേക്കേ. ഇനി നമുക്ക് വേറെ പ്ലേറ്റിൽ ഫ്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ഓക്കെ. പുഡിംഗ് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്യാം. സൂപ്പർ ആയിട്ടുണ്ട്. കണ്ട, അടിപൊളി കാരമൽ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. അടിപൊളി. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ഫ്ലഫി ആട്ടോ. നന്നായിട്ടുണ്ട്. ഇനി എന്റെ ബ്രദറിന് കൊടുക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നീ കഴിക്കാനായിട്ടുണ്ട്. അടിപൊളിയാണ്. എക്സലന്റ് ആയിട്ടുണ്ട്. ഓസം, ഒന്നും പറയല്ല. കറക്റ്റ് അടിപൊളി ആയിട്ടുണ്ട്. എന്റെ ബ്രദറിനും കൂടെ എടുക്കാം. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് പുഡിംഗ് ആണ്. ഭയങ്കര ടേസ്റ്റി ആട്ടോ. ഇത് ഭയങ്കര സിമ്പിളാ. പിന്നെയും പിന്നെ കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാ. ഇത് ഭയങ്കര സിമ്പിളാ. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇത്. അത്ര സിമ്പിളാ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഡിഷ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. ലൈക്കും ചെയ്യണേ. എല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ടും വേണേ. നല്ല സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.